സമൂഹ സ്വാധീനത്തിൽ ഗ്രന്ഥത്തെക്കാൾ വലുത് ഗ്രന്ഥം സമർപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തിട്ടുള്ള വ്യക്തികളാണ് എന്ന് കണ്ടെത്താൻ കഴിയും. അതായത് ഖുർആൻ ആണെങ്കിൽ പോലും, ഖുർആൻ അള്ളാഹുവിന്റെ ഒരു കലാമാണ്, തൗറാത്തും അള്ളാഹിന്റെ കലാമായിരുന്നു ആണ്, ഇഞ്ചീൽ അള്ളാഹുവിന്റെ കലാമാണ്, സബൂർ അള്ളാഹുവിന്റെ കലാമാണ്, ഫുർഖാൻ അള്ളാഹുവിന്റെ കലാമാണ്, ഒക്കെ അള്ളാഹിന്റെ കലാമാണ്. അള്ളാഹു ഈ ലോകത്ത് മനുഷ്യരെ നന്നാക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത് ഈ ഗ്രന്ഥത്തെ ഒന്നുമല്ല. ഈ ഗ്രന്ഥങ്ങൾക്കൊന്നും മനുഷ്യനെ നന്നാക്കാനോട്ട് കഴിയുകയുമില്ല. ഗ്രന്ഥങ്ങളെയാണ് മനുഷ്യനെ നന്നാക്കാൻ. ഗ്രന്ഥത്തിന് അതിൻ്റെതായ മൗലികതയുണ്ട്, അടിത്തറയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സമൂഹത്തിന്റെ നന്മയുടെ സൃഷ്ടിപ്പിന്റെ അടിസ്ഥാന പ്രേരകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത് ഗ്രന്ഥത്തെയല്ല. അങ്ങനെയാണെങ്കിൽ 1,24,000 ഗ്രന്ഥങ്ങളാണ് അള്ളാഹു ഇറക്കേണ്ടത് എന്ന് നമുക്ക് എളുപ്പത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു 1,24,000 ഗ്രന്ഥങ്ങളെ ഇറക്കുകയല്ല ചെയ്തത്. പകരം 8 ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക്. 4 8 ആൾക്ക്, 4 ആൾക്ക് ഏട്, 4 ആൾക്ക് കിതാബ്. എന്നാൽ സമൂഹ സൃഷ്ടിപ്പിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത് 1,24,000 ആളുകളെയാണ്. ഈ ആളുകളാണ് സമൂഹ സൃഷ്ടിപ്പിന്റെ മർമ്മം. ഇത് സുന്നിയും സുന്നി അല്ലാത്തവരും തമ്മിലുള്ള ചിന്തയുടെ അടിസ്ഥാന പിഴവാണ്. ഞാൻ ഈ പറയുന്നത് ഒന്നും എന്നതുപോലത്തെ വിവരവുമാണ്. അതിനൊന്നും ഒരു മറുപടി പറയാൻ ഒരാൾക്ക് കഴിയൂല എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഇങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ആർക്കും പറയുകയും ചെയ്യാം, കഴിയൂല. ഗ്രന്ഥം ഖുർആനാണെങ്കിൽ പോലും അതിൻ്റെയും അപ്പുറത്താണ് ഗ്രന്ഥം ഏൽപ്പിക്കപ്പെട്ട വ്യക്തി എന്നതാണ് അടിസ്ഥാനം. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, തൗറാത്ത് അള്ളാഹിന്റെ കലാമാണ്, സബൂർ അള്ളാഹിന്റെ കലാമാണ്, ഇഞ്ചീൽ അള്ളാഹിന്റെ കലാമാണ്, ഫുർഖാൻ അദീമും അള്ളാഹിന്റെ കലാം തന്നെയാണ്. ഇതൊക്കെ അള്ളാഹിന്റെ കലാമാണ്. ചിലതിനെ അള്ളാഹു മരവിപ്പിച്ചു, ചിലതിനെ അള്ളാഹു തആല നിലനിർത്തി. ഇനി ഈ ഗ്രന്ഥത്തിലും ചിലതിനെ മരവിപ്പിച്ചു, ചിലതിനെ നിലനിർത്തി. വയസ്സനും വയസ്സത്തെയും വ്യഭിചരിച്ചാൽ എന്ന ആയത്താണ് ആദ്യകാലത്ത് സൂറത്ത് നൂറിൽ ഇറങ്ങിയത്. പിന്നെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പിൻവലിച്ചിട്ട് പിന്നെ അസ്സാനി വസ്സാനിയ എന്ന ആയത്ത് രണ്ടാമത്തെ ഇറങ്ങിയതാണ്. അതായത് ചില ആയത്ത് പിൻവലിച്ച് പിന്നെ മരവിപ്പിച്ചിട്ട് പിന്നെ വേറെ ആയത്ത് ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആദ്യകാലത്ത് വ്യഭിചാരത്തിൽ ആണ് പെണ്ണ് എന്ന കൺസെപ്റ്റിന് പകരം വൃദ്ധയും വൃദ്ധനും വ്യഭിചരിച്ചാൽ അവരെ ശിക്ഷിക്കുക, അവരെ ഹദ്ദടിക്കുക എന്നതായിരുന്നു ആദ്യത്തെ നിയമം. ആ ആയത്ത് ഇപ്പോൾ ഖുർആനിലില്ല. ആ ആയത്തിനെ മൻസൂഖാക്കി ഉയർത്തിയിട്ട് പുതിയ ആയത്തിറക്കിയതാണ് അസ്സാനി വസ്സാനിയത്തു ഫജ്ലിദൂ കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ എന്ന ആയത്ത്. ഇത് ചിന്തിക്കണം. ഞാനിവിടെ പറഞ്ഞു കൊണ്ടുവരുന്നത് മൗലികം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ടെക്സ്റ്റും അല്ല. മൗലികം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധീകരിച്ച് ലോകത്തിന് സമർപ്പിച്ചിട്ടുള്ള നേതാക്കളാണ്. അത് യഥാ രാജ തഥാ പ്രജ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതാണ് ബേസ്മെന്റ്. ഇവരാണ് ലോകത്തിന്റെ നേതാക്കന്മാർ. അവരെ അവലംബിക്കുകയല്ലാതെ ഒരു ടെക്സ്റ്റിനെയും അവലംബിച്ച സമൂഹത്തിന് നേതാകാൻ കഴിയൂല, ഒരിക്കലും കഴിയില്ല. ഞാൻ ഒന്നുകൂടി പരത്തി പറയുന്നത് നിങ്ങൾക്ക് ദുർഗ്രഹമായി തോന്നരുത്. ഇനി ഒന്നുകൂടെ ഞാൻ പരത്തി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആവോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ പറ്റി പറഞ്ഞിടത്തെല്ലാം ഖുർആനെ രണ്ടാമതായി പറയുന്നതായിട്ടാണ് കാണുന്നത്. ഉദാഹരണം, സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വരുന്ന ചിന്തിക്കണം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ബേസ് ഉണ്ടാക്കി തരികയാണ്.
വളരെ ആലോചിക്കണം. പ്രത്യേകിച്ച് ബഷീർ സാഹിബിനെ പോലെയൊക്കെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ ചിന്തിക്കുന്നവരാണ്. നല്ല ഒരു പ്രഭാഷകനാണ്, ചിന്തിക്കുന്നവരാണ്. അദ്ദേഹത്തിന്റെ ഈ അധ്യക്ഷ പ്രസംഗം പോലും നല്ല വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒരു ക്രീമുള്ള ഒരു സദസ്സ് ചെറുതാണെങ്കിൽ പോലും, വേദിയാണെങ്കിൽ സദസ്സാണെങ്കിൽ അതിൻ്റെതായ ഈ സമയത്തിന്റെ ഒരു ക്ഷീണം അതിനുണ്ടെങ്കിൽ പോലും അതൊരു ക്രീമാണ് എന്നതുകൊണ്ട് അത് 10,000-കണക്കിന് ഇത് മതിയാകും ഈ ഒരു വേദിയും സദസ്സും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം 4000 കൊല്ലം മുമ്പ് പ്രാർത്ഥിക്കുന്നത് റബ്ബന അൻസിൽ ഫീനാ കിതാബൻ എന്നല്ല, റബ്ബന വബ്അത്ത് ഫീഹിം റസൂലൻ എന്നാണ്. യത്ലു അലൈഹിം ആയാതിക് 2, റബ്ബന വബ്അത്ത് ഫീഹിം റസൂലൻ 1, യത്ലു അലൈഹിം ആയാതിക് 2. അല്ലാഹുവേ, സമൂഹത്തെ പുതുതായി സൃഷ്ടിക്കാൻ കരുത്തുള്ള യോഗ്യനായ ഒരു നിയോഗിക്കപ്പെട്ട ആളെ നീ അയച്ചു തരണം. ഇതാണ് മർമ്മം. യത്ലു അലൈഹിം ആയാതിക്. അല്ലാഹു ചെയ്യുന്ന വബ്അത്തിന്റെ ഫാഇല് അല്ലാഹുവാണ്, യത്ലുവിന്റെ ഫാഇല് റസൂലാണ്. ഗ്രാമർ അറിയുന്നവർക്കൊക്കെ അറിയാം. റബ്ബന വബ്അത്ത് ഫീഹിം റസൂലൻ, റസൂലിനെ നീ ഞങ്ങൾക്ക് അയച്ചു തരണം. യത്ലു അലൈഹിം ആയാതിക, റസൂൽ ഞങ്ങൾക്ക് ഓടിത്തരണം. എന്തിനാണാവും ഇരുന്ന ഇരിപ്പിൽ 2000-3000 വരി കവിത എഴുതുന്ന അറബികൾക്ക് ഈ നിരക്ഷരനായ റസൂൽ ഓതിക്കൊടുക്കുന്നത് എന്തിന് എന്ന ചോദ്യം നിങ്ങൾ ഇരുന്നിങ്ങനെ ആലോചിച്ചോളി. എന്തിനാണ് ഈ റസൂൽ ഓതിക്കൊടുക്കുന്നത്? റസൂലോ നിരക്ഷരൻ മുഹമ്മദ്. എന്റെ കൂടെ വരി, നിങ്ങൾ എന്റെ കൂടെ വരി. നിങ്ങൾ ചിന്തിക്കുക എന്താ ഞാൻ ഈ പറയുന്നത്. ഖുർആനെ ഒന്നാമതായി കണ്ടത് ഭീമമായ തെറ്റാണ്. ഖുർആൻ എന്നത് ഒന്നാമതാണ്. പക്ഷെ അത് റസൂലിലൂടെ ഒന്നാമതാണ്. റസൂൽ ഇല്ലെങ്കിൽ അതിന് ഒരു അടിത്തറയുണ്ടാവില്ല. ഇത് വളരെ ചിന്തിക്കണം. ഇത് ചിന്താപരമായ തെറ്റ് പറ്റിപ്പോയതാണ്. ഈ തെറ്റിന്റെ ആളുകൾ സലഫികളാണ്. സലഫികൾ മുസ്ലിം ലോകത്തെ തകർത്തു തരിപ്പണാക്കി. ഇന്ന് മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം സലഫികളാണ്. ഞാൻ ആ ഭാഗത്തേക്ക് വന്നെങ്കിൽ വരും, ഇല്ലെങ്കിൽ ഒരു പ്രോസസ്സിംഗ് വർക്ക് ഈ വിഷയത്തിൽ ചെയ്യണമെന്നാണ്. ഇപ്പോൾ നിലവിലുള്ള അനൈക്യങ്ങളൊക്കെ തീർത്ത് മുസ്ലിമീങ്ങൾ ഐക്യപ്പെട്ടു പോകണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ എവിടെയാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്തിട്ട് കളയേണ്ടത് എന്നുകൂടി പരിശോധിക്കാതെ നമ്മൾ നടന്നാൽ, നമ്മളിങ്ങനെ വെച്ച് കെട്ടിയതൊക്കെ വെച്ച് കെട്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഇപ്പോൾ പുതിയ നമ്മുടെ തീരുമാനങ്ങൾ. അതൊക്കെ വലിയ ദോഷം സമുദായത്തിന് ചെയ്യും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മുറിക്കേണ്ടത് മുറിച്ച്, ശുദ്ധീകരിക്കേണ്ടത് ശുദ്ധീകരിച്ച്, ചീഞ്ചലമൊക്കെ ഒഴിവാക്കിയിട്ട് മരുന്ന് വെച്ച് കെട്ടിപ്പോയാൽ മാത്രമേ ആരോഗ്യം തിരിച്ചു കിട്ടുള്ളൂ. അല്ലാതെ ചെലവും നമ്മളെ ഭാഗമല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പുറത്ത് മരുന്ന് വെച്ചിട്ട് അത് നമ്മളെ കൂടെ കൂട്ടിയാൽ ബാക്കിയുള്ള അവയവത്തിൻ്റെ മുകൾ ഭാഗത്ത് മുറിക്കേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. ഇനി അള്ളാഹു പറയുന്നത് നിങ്ങൾ നോക്കി. അള്ളാഹു പറയുന്നത് നിങ്ങൾ നോക്ക്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇത് അൻസല ഫീഹിം കിതാബൻ എന്നല്ല, ഇത് ബഅത ഫീഹിം റസൂലൻ യത്ലു അലൈഹിം ആയാതിഹി. അവിടെയും ആയാത്ത് 2ആണ്, റസൂൽ 1ആണ്. ഇത് മനോരമക്കും തെറ്റ് പറ്റിയാൽ നമുക്ക് മനസ്സിലാക്കാം. മനോരമ സാഹിത്യകാരന്മാരല്ലേ, അവർക്കൊക്കെ അബദ്ധം പിണയും. അവർ ഒന്നാമത് എഴുതും, രണ്ടാമത് എഴുതും, രണ്ടാമത് എഴുതുന്നുണ്ട്, മൂന്നാമത് എഴുതും. ഇതങ്ങനെയല്ല. ഇത് അല്ലാഹുവിന്റെ കലാമാണ്. ഇത് അല്ലാഹു പറയാണ്, പടച്ചതമ്പുരാനാണ് ഈ പറയുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കണം. ഇനി നിങ്ങൾ വേറെയും പിടിച്ചോളി ആയത്ത്. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക. കിതാബുൻ അൻസൽനാഹു ഇലൈക. നബിയെ, താങ്കൾക്ക് ഇതാ ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅത ഫീഹിം റസൂലൻ. അല്ലാഹു നേരത്തെ പറഞ്ഞ ആയത്തിന് അർത്ഥം പറഞ്ഞില്ല. അല്ലാഹു സമൂഹത്തിന് ചെയ്ത, മുഅ്മിനീങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം ഒന്ന് ഇത് ബഅത ഫീഹിം റസൂലൻ, ഒരു റസൂലിനെ ജനങ്ങൾക്ക് മുന്നിൽ ഏറ്റവും വലിയ ലീഡറായി കാണിച്ചു എന്നതാണ്. യത്ലു അലൈഹിം ആയാതിഹി. അവിടെയും തിലാവത്തിന്റെ ഫായിൽ റസൂലാണ്. റസൂൽ സ്വാഭാവികമായും ആയത്ത് ഉപയോഗിക്കും. മുഹമ്മദ് മുസ്തഫ അത് അല്പാൽപമായി റസൂലിനെ 23 കൊല്ലം കൊണ്ട് കിട്ടി. ചിന്തിക്ക്, മർമ്മം റസൂലാണ്. പോയിന്റ് നമ്പർ 3, സൂറത്ത് ഇബ്രാഹിമിലെ ആദ്യത്തെ ആയത്ത് അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക. നബിയെ, താങ്കൾക്കാണ് കിതാബ് ഏൽപ്പിക്കുന്നത്, ജനങ്ങൾക്കല്ല.
നബിയെ കിതാബ് ഏൽപ്പിക്കുന്നത് ജനങ്ങളെയല്ല, നിങ്ങളെയാണ്. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക. നബി താങ്കൾക്കാണ് ഇത് ഏൽപ്പിച്ചത്. എന്തിന്? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്ക് കൊണ്ടുവരേണ്ടത് ഖുർആനല്ല, താങ്കളാണ്. എന്നല്ല, ലിത്തുഖ്രിജ. ഗ്രാമർ അറിയുന്നവർക്ക് എളുപ്പത്തിൽ അറിയും. വീണ്ടും പിടിച്ചോളൂ. വറസൂലൻ യത്ലു അലൈക്കും ആയാതില്ലാഹി മുബയ്യിനാതിൻ ലിയുഖ്രിജല്ലദീന ആമനു. അവിടെ ലിയുഖ്രിജ റസൂൽ നേരത്തെ സംബോധന ക്രിയയാണ്. ഇതാ റസൂൽ, റസൂലിന് റസൂലൻ യത്ലു അലൈക്കും ആയാതില്ല, റസൂൽ നിങ്ങൾക്ക് ഓതിത്തരും. റസൂൽ നിങ്ങൾക്ക് ഓതിത്തരും. നിങ്ങൾ ഓതിയാ പോരാ, റസൂൽ നിങ്ങൾക്ക് ഓതിത്തരും. അതായത് ശുദ്ധരായ സാഹിത്യകാരന്മാരായ അറബികൾ ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയില് അല്ലെങ്കിൽ JNUവില് അല്ലെങ്കിൽ ലോകത്തെ കേംബ്രിഡ്ജിലടക്കം അറബിയിൽ PhD പഠിക്കുന്ന ആളുകൾക്ക് പഠിക്കാനുള്ള കവിതകൾ അന്നത്തെ അറബികൾ എഴുതിയതാണ്. എംറിയുള്ള കൈസിനെ പോലെ. മനസ്സിലാവുണ്ട പറഞ്ഞത്? മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോ തൊട്ടു മുമ്പോ ഉള്ള അറബ് സാഹിത്യകാരന്മാർ എഴുതിയ അത്ഭുതകരമായ സാഹിത്യ വചനങ്ങളാണ് സത്യത്തിൽ ഇന്ന് അറബിയിൽ PhD പഠിക്കുന്ന ആളുകൾക്ക് പോലും പഠിക്കാനുള്ളത്. അത്ര വലിയ സാഹിത്യകാരന്മാരായ അറബികൾക്ക് മുന്നിൽ വറസൂലൻ യത്ലു അലൈക്കും ആയാതില്ല. ഇതാ ഒരു റസൂൽ. ആ റസൂൽ ഓതിത്തരും നിങ്ങൾക്ക് കിതാബ്. റസൂൽ ഓതിത്തരണം, റസൂൽ പറഞ്ഞു തരണം. വയുഅല്ലിമുഹും, റസൂൽ പഠിപ്പിക്കണം. വയുസക്കിഹിം, റസൂൽ ശുദ്ധീകരിക്കണം. അപ്പോൾ മൗലികത റസൂലിനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ പിഴപ്പിക്കും എന്ന രായത്ത് എവിടെയുമില്ല. എന്നാൽ റസൂലിനെ കണ്ട ഒരാൾ പിഴക്കും എന്ന ആയത്തുമില്ല, ഹദീസുമില്ല. എന്നാൽ ഖുർആനെ പറ്റി ഉണ്ട്. യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. ധാരാളം ആളുകൾ ഖുർആൻ കൊണ്ട് പിഴക്കാണ് ചെയ്യുക. എന്നാൽ ഖുർആനോ ഹദീസോ ആകെ തപ്പിയാൽ റസൂലിനെ കൊണ്ട് പിഴക്കും എന്നൊരു വാക്കുണ്ടാവില്ല. അവിടെയും മൗലികത റസൂലിനാണ്, ഖുർആനല്ല. ഖുർആൻ റസൂലിലൂടെ മനസ്സിലാക്കേണ്ടതാണ്. മുഹമ്മദ് മുസ്തഫ ഇത് ഭീമമായ തെറ്റുപറ്റിപ്പോയതാണ്. ഇത് ഞാൻ 10, 16, 20 കൊല്ലം കൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ച ഒരു റിസൾട്ട് പറയാം. ഇത് മൗലികമായ റിസൾട്ടാണ്. 16, 20 കൊല്ലം ഏകദേശം ഈ പണി തുടങ്ങിയിട്ട് 20 കൊല്ലമായി. ഇന്നും ഇനിയും ഈ പണിയുണ്ട്. നാളെ രാത്രിയുണ്ട്, നാളെ രാവിലെയുണ്ട്. ഒരു ദിവസം ഇന്നലെ തന്നെ ചുരുങ്ങിയത് ഒരു 8 മണിക്കൂറെങ്കിലും ഖുർആൻ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഇന്നലെ ജാമ്യ സമയമാണ്, അതുകൊണ്ട് കുറച്ച് കുറവാണെന്ന് മാത്രം. ഇല്ലെങ്കിൽ 10 മണിക്കൂറെങ്കിലും ഖുർആൻ പ്രഭാഷണം നടത്താത്ത ഒരു ഞായറാഴ്ച ഉണ്ടാവില്ല. അല്ലാത്ത ദിവസം 4 മണിക്കൂർ 6 മണിക്കൂർ. അങ്ങനെയാണ് എൻ്റെ ഒരു ജീവിത രീതി. റബ്ബിൻ്റെ എനിക്ക് തന്ന ഒരു തൗഫീഖ് ആകാം. അള്ളാഹു അത് നേരായ വഴിക്ക് പോകാൻ തൗഫീഖ് തരട്ടെ. നിങ്ങൾ ചിന്തിക്കുക, റസൂലാണ് മൗലികത. ഇത് ശരിക്കും മനസ്സിലാക്കണം. ഇത് വളരെ ചിന്തിക്കുക. ഇനി വെല്ലുവിളിയുടെ സ്ഥലത്തും അതന്നെയാണല്ലോ പറഞ്ഞത്. വെല്ലുവിളിയിലും അതന്നെയല്ലേ പറഞ്ഞത്. ഖുർആനെ പറ്റി വെല്ലുവിളിച്ചപ്പോഴും അതാ പറഞ്ഞത്. എന്റെ ദാസന് ഞാൻ ഖുർആൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ദാസൻ. ലോകത്തെ രണ്ടാക്കി മാറ്റി. ഒന്ന് ദാസൻ, ഒന്ന് ജനങ്ങൾ. 3 ആളുകളെയാണ് ആ ആയത്തിൽ കാണുന്നത്. ഒന്ന് ഞാൻ, ഒന്ന് എന്റെ റസൂൽ, ഒന്ന് പുറത്തുള്ള സമൂഹം. ഈ സമൂഹമേ നിങ്ങൾക്ക് ഞാൻ എന്റെ ദാസന് നൽകിയതിൽ സംശയമുണ്ടെങ്കിൽ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, നിങ്ങൾ പകരം കൊണ്ടുവരി. എനിക്ക് ഇത് മതി, ദാസനും ഇത് മതി, നിങ്ങൾ പകരം കൊണ്ടുവരി. അപ്പോൾ നൽകിയത് റസൂലിനാണ്. റസൂലാണ് ലോകത്തിന് നൽകേണ്ടത്. ഏതുപോലെ നേരത്തെ പറഞ്ഞ ആയത്തിൽ വറസൂലൻ യത്ലു അലൈക്കും ആയാതില്ലാഹി മുബയ്യിനാത്തിൻ ലിയുഖ്രിജല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി മിനൽ ളുലുമാതി ഇലൻ നൂർ. ഇരുട്ടെന്ന് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് ഖുർആനല്ല, റസൂലാണ്. റസൂലിന്റെ
ആയുധമാണ് ഖുർആൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വളരെ ചിന്തിക്കുക. അനവധി ആയത്ത് ഇങ്ങനെ കാണാൻ കഴിയും. ഇനി ഒന്നാമത്തെ സൂറത്ത്, അതാണല്ലോ മൗലികാധ്യായം. ഏറ്റവും സമ്പൂർണമായ മഹാ അത്ഭുതങ്ങളുടെ കലവറയാണ് ആദ്യത്തെ അധ്യായം. നമ്മൾ പിന്നെ എപ്പോഴും ഓടുന്നത് കൊണ്ട് നമുക്ക് അതങ്ങനെ മനസ്സിലാവൂല. നമ്മൾക്ക് ഈ സാധാരണ ഉപയോഗിക്കുന്നതിന്റെ മാത്രം പലപ്പോഴും ആളുകൾക്ക് തിരിയൂല. നമ്മൾ ചിന്തിക്കണം. നമ്മുടെ നാട്ടിൽ നല്ലൊരു ദുആക്ക് ഇജാബത്തുള്ള ഒരു നല്ല മഹാനായ സ്വാലിഹായ മുഅ്മിനായ മുത്തഖിയായ മനുഷ്യനുണ്ടെങ്കിലും ഏതോ കൊല്ലത്തുനിന്നോ തിരുവനന്തപുരത്തുനിന്നോ ഒരാളെ കൊണ്ടുവന്നാലേ നമ്മൾ ഒന്ന് ഉഷാറായിട്ട് ആമീൻ ആമീൻ എന്ന് പറയുള്ളൂ. അതിൻ്റെ ഇയാളായിരിക്കും ദുആക്ക് ഇജാബത്തുള്ള ആള്. പിന്നെ അതെന്താണ്, അത് മുറ്റത്തെ അങ്ങനെ സ്വഭാവം അങ്ങനെയാണ്. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. ഖുർആന്റെ മാതാവ് ബഹുമാനപ്പെട്ട ഫാത്തിഹയാണ്. ഫാത്തിഹ ഖുർആനെ പറ്റി മിണ്ടിയില്ല. ഖുർആനെ പറ്റി ആദ്യമായി സംസാരിച്ചത് ഖുർആനെ പറ്റി സംസാരിച്ചത് അൽ ബഖറയിലൂടെയാണ്. ഫാത്തിഹ ഖുർആനെ പറ്റി ഒരൊറ്റ അക്ഷരം മിണ്ടിയില്ല. ജനങ്ങൾക്ക് നന്നാകണം എന്നുള്ള കൺസെപ്റ്റ് അള്ളാന്റെ മുന്നിൽ വെച്ചു. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അപ്പോൾ റൂട്ട് അള്ളാഹ് പറഞ്ഞു കൊടുത്തു, സിറാത്തൽ ലദീന. പറഞ്ഞാൽ മനുഷ്യന്മാരെ, നിങ്ങൾ ഇന്നെ പകച്ചു നോക്കിയിട്ട് ബേജാറാവണ്ടാന്ന്. നിങ്ങൾക്ക് പറ്റിയത് പറയേണ്ട പണിയല്ല എനിക്ക്. ഞാൻ മനസ്സിലാക്കിയത് പറയലാണ്. ഇതിനിപ്പുറം ഒരാൾ ഇപ്പൊ എണീറ്റ് എന്ന് പറഞ്ഞാലും ഞാനതിന് തയ്യാറാണ്. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് വാദിക്കാം. പക്ഷെ വാദിക്കാൻ കഴിയില്ല. ഇത് ഒന്നും എന്നതുപോലത്തെ വിവരമാണ് ഈ പറയുന്നത്. അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഏറ്റവും മൗലിക അധ്യായമാണ്. ഇവിടെയാണ് സലഫികൾക്ക് പേച്ചത്. സലഫികൾ ഖുർആനെ മൗലിക് ഒന്നാമതായി കണ്ടു. റസൂലിനെ കണ്ടതേയില്ല. റസൂലിനെ കാണാത്തവർക്കൊക്കെ പിഴക്കും. റസൂലിനെ കാണാതെ ഖുർആനെ കണ്ടാൽ പിഴക്കും. ഖുർആനെ കാണാതെ റസൂലിനെ കണ്ടാൽ പിഴക്കൂല. ഈ ഖുർആൻ ഒരാൾ കണ്ടില്ല, റസൂലിനെ കണ്ടു, പിഴക്കൂല. സുബഹയുടെ നേരം കഴിഞ്ഞിട്ട് മുസ്ലിമായ ഒരാൾ ളുഹറിന്റെ മുമ്പ് നബിയോട് യുദ്ധത്തിന് പോകാൻ സമ്മതം ചോദിച്ചു. സുബഹയുടെ നേരം കഴിഞ്ഞിട്ടാണ് അയാൾ മുസ്ലിമായത്. അതായത് ഒരു ഹദീസിന്റെ രീതിയൊക്കെ കാണുമ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ചുയർന്ന് ചൂട് കൂടി വരുന്ന സമയം ഖൈബറിൽ. അപ്പൊ ആ സമയത്തിന് നമ്മുടെ ഹദീത്ത് കൊണ്ട് ഇങ്ങനെ പഠിച്ചാൽ ഒരു 9 മണി, അങ്ങനെ 8:30 9 മണിയൊക്കെ എന്ന് കാണാം. അപ്പൊ സുബഹിന്റെ നേരം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഹദീത്ത് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. അയാൾ വന്നിട്ട് നബിയോട് പറഞ്ഞു, നിങ്ങളല്ലേ ഇങ്ങനെ ഒരു വലിയ ആളാന്ന് പറഞ്ഞു കേട്ടു, ഇങ്ങനെ എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളാന്ന് കേട്ടു. ഇയാളൊരു ഗ്രാമീണനാ, ഇയാൾക്ക് ഒരു കുന്തം അറിയില്ല, ഒന്നും അറിയില്ല, ഒരു പച്ചപ്പാവും, ഒരു ഗ്രാമീണൻ, ഒരു അബസീനിയൻ അടിമ. ഇയാൾ വന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ ഇവിടെ വന്ന് ഖൈബറിൽ എങ്ങനെ വന്ന് എന്ന് എന്റെ യജമാനന്റെ ആളുകൾ പറയുന്നത് കേട്ടു. ഇയാൾ ജൂതന്റെ അടിമയാണ്, ജൂതന്റെ ആട്ടിടയനാ. നിങ്ങൾ എന്തോ ജനങ്ങൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന് കേട്ടു, ശരിയാണോ എന്ന് ചോദിച്ചു. ആ ശരിയാണ് എന്ന് റസൂൽ പറഞ്ഞു. അല്ല, എന്താ നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, അള്ളാഹു ഏകനാണ്, ഞാൻ അള്ളാഹിന്റെ റസൂലാണ് എന്നാണ് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. ഓഹോ, എനിക്കത് അംഗീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആ, നിങ്ങൾക്കും അംഗീകരിക്കാൻ എന്നാ എനിക്ക് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ നബി 2 കരിമ അയാൾക്ക് പറഞ്ഞു കൊടുത്തു. അയാൾക്കും തന്നെ ഒരു സമാധാനമായി, ഞാൻ മുസ്ലിമായല്ലോ. പിന്നെ അയാൾ നബിയെ കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിരുന്നു. അയാൾ ഒരു അന്തവും ഇല്ലാത്ത മനുഷ്യനാണ്. കുറച്ചു നേരം നോക്കി നിന്നിട്ട് പിന്നെ അയാൾ നബിയോട് ചോദിച്ചു, അല്ല ഞാനിപ്പോ ഈ ആടിനെ കൊണ്ട് കുടുങ്ങിയല്ലോ, ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ കൂടിയതുകൊണ്ട് എന്റെ യജമാനൻ നിങ്ങളെ ശത്രുവാണ്, ഇനി അങ്ങോട്ട് പോയാൽ തിരിച്ചു വിടൂല, ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, ആട് നഷ്ടപ്പെടാൻ പാടില്ല, അത് എങ്ങനെയും കൊണ്ട് ജൂതന്റെ ആട്ടിൻകൂട്ടിലെത്തിക്കണം. അത് ജൂതനാണെങ്കിലും സമ്പത്ത് തന്നെ. ഒരാളെ സമ്പത്ത് നഷ്ടപ്പെടുത്താൻ അമീനായ നിനക്ക് അവകാശമില്ല. നീ അയാളുടെ വിശ്വസ്തനായ ജോലിക്കാരനാണ്, ആടിനെ തിരിച്ചെത്തിച്ചോ, അല്ലാതെ ഒരു വർത്താനം എനിക്ക് പറയാൻ കഴിയില്ല എന്നാണ് പുണ്യ റസൂൽ. അയാൾ എങ്ങനെയൊക്കെയോ വിളവെടുത്തിട്ട് മെല്ലെ തന്ത്രത്തിൽ കൊണ്ടുപോയിട്ട് ഇറക്കിക്കൊണ്ടുവന്ന ആടിനെ കൂട്ടിലെത്തിച്ചു, ജൂതൻ കാണാതെ. എന്നിട്ട് അയാൾ വീണ്ടും ഇറങ്ങി ഓടി. പിന്നെ അയാൾ മല അടിവാരത്തിലൂടെ തിരിച്ച് നബിയുടെ അടുത്ത് വന്നു. നബിയുടെ അടുത്ത് വന്ന് നിൽക്കുന്ന നേരത്ത് ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, യുദ്ധത്തിന് പടച്ചട്ട അണിഞ്ഞുകൊണ്ട്. അപ്പോൾ ചോദിച്ചു, ഇലായിന യദ്ഹബൂന, എവിടേക്കാ ഇവരൊക്കെ പോകണതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇലൽ ഖിതാൽ, ഇവർ യുദ്ധത്തിന് പോവാണ്. അപ്പോൾ ഏകദേശം ഹദീസിന്റെ വിശദീകരണത്തിൽ നിന്ന് കാണുന്നത് ഒരു 10-10:30 ആയിട്ടുണ്ടാവും, ദൂറായിട്ടില്ല. അപ്പോൾ ഇയാളുടെ ചോദ്യം, അദ്ഹബു മഅഹും, ഞാൻ ഇവരെ കൂടെ പോട്ടെ? ഞാൻ പോയിക്കോ, അല്ല എന്തൊക്കെ മനസ്സിലായി, ആയുധമുണ്ടെങ്കിൽ പോയിക്കോ.
ലാ ആയിട്ടൊന്നുമില്ല. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ഹൽ യുഈറുഹു മിൻ സിലാഹിൻ, ആരാണ് ഇയാൾക്കൊരു ആയുധം വായ്പ കൊടുക്കുക? അപ്പൊ ഒരു സഹാബി പറഞ്ഞു, എന്റെ കയ്യിലൊരു ആയുധം ഏറെയുണ്ട്, ഞാൻ കൊടുക്കാം. ഒരു പഴയ വാള് ആ സഹാബി ഓടിക്കൊണ്ടെന്ന് ഇയാൾ കൊടുത്തു. ഇയാളും ആ ബറ്റാലിയനിൽ ഇങ്ങനെ നിന്നു. പിന്നെ അവർ യുദ്ധത്തിലേക്ക് മാർച്ച് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തിന് ആദ്യം ഖൈബറിൽ നിന്ന് ഏറ്റിക്കൊണ്ടുവന്നത് ഇയാളെ മയ്യത്താണ്. ഇയാൾ മുഹമ്മദ് എന്നാൽ ആളല്ലാതെ കണ്ടിട്ടേയില്ല. അയാൾ ബിസ്മി പോലും പഠിച്ചിട്ടില്ല. അർത്ഥം പിന്നെയല്ലേ അയാൾക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അറിയൂല. ഈ മനുഷ്യനെ മറവ് ചെയ്യുന്ന നേരത്ത് ഖബറിൽ നിന്ന് അരികിൽ നിന്നിരുന്ന നബി ഓടിയ സംഭവം ഈ ഹദീസിൽ കാണാം. എന്തിനാണ് നിങ്ങൾ ഓടിയതെന്ന് ചോദിച്ചപ്പോൾ പിന്നെ പറഞ്ഞു, ഹൂറുല്ലീങ്ങളായ പെണ്ണുങ്ങൾ ഖബറിൽ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഓടിയതാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് മൗലികമാണ്. ഇത് വഹാബിയുടെ തലയൊക്കെ കയറൂല, പറഞ്ഞാലും കയറൂല. ഇതാണ് മൗലികത. ഖുർആനെ കാണാതെ മുഹമ്മദിനെ കണ്ടാലും ജയിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഖുർആൻ കണ്ടു, മുഹമ്മദിലൂടെ ഖുർആനെ കണ്ടിട്ടില്ലെങ്കിൽ തോറ്റുവോ. യുദുല്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. മൗലികത മുഹമ്മദിനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് മുസ്തഫ മുഹമ്മദിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗലികതയാണെന്ന് പറഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങൾ വരും. അതുകൊണ്ടാണ് ഒരു വിഭാഗം ആളുകൾ അത് അംഗീകരിക്കാത്തത്, അല്ലെങ്കിൽ അവർ ചിന്തിക്കാത്തത്. ഒരിക്കലും വിവരമില്ല. അതാണ് കാരണം, വിവരമില്ല. ഇവിടെ 1-ാമത്തെ അധ്യായം നന്നാവാൻ വേണ്ടി എന്താ പറഞ്ഞത്? സിറാത്തുല്ലദീന, നിങ്ങൾ ഖുർആൻ വായിച്ചോളീന്ന് പറഞ്ഞതേ ഇല്ല. നിങ്ങൾ നന്നാകാൻ വേണ്ടി ഖുർആൻ ഓതിക്കോളീന്ന് പറഞ്ഞതേ ഇല്ല. ഖുർആൻ ഓതൽ നിർബന്ധവുമല്ല, മുഹമ്മദിനെ പിൻപറ്റൽ നിർബന്ധമാണ്. ഖുർആൻ ഓതൽ നിർബന്ധമേ അല്ല. ഖുർആനിൽ സുന്നത്തേ ഉള്ളൂ ഓതൽ. എന്താണ് ജനം ചിന്തിക്കാത്തത്? ഖുർആൻ ഓതൽ നിർബന്ധമല്ല, സുന്നത്തല്ലേ. എന്താ സുന്നത്തിന്റെ അർത്ഥം? ചെയ്താ കൂലിയുണ്ട്, ചെയ്തില്ലെങ്കിൽ ശിക്ഷയില്ല. പക്ഷെ മുഹമ്മദിനെ ഇത്തിബാ ചെയ്യൽ നിർബന്ധമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മൗലികത മുഹമ്മദിനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്ത് മുഹമ്മദ്. വളരെ ചിന്തിക്ക്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയെങ്കിലും നമ്മൾ ഒഴിവാക്കിയാൽ പഴിച്ചു. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ചിന്തിക്ക്. ഇത് വളരെ തല കൊടുത്തിട്ട് ചിന്തിക്കണം. നിങ്ങൾ ചിന്തിക്ക്. 1-ാമത്തെ അധ്യായമാണല്ലോ ഫാത്തിഹ. അതാണല്ലോ മൗലികമായ അധ്യായവും. ഉമ്മുൽ ഖുർആനല്ലേ മാതാവ്. ഇതിലില്ലാത്ത ഒന്നും ഖുർആനിലില്ല. എന്തേ ഉമ്മ എന്തിനാ പറയാ? ഉമ്മ എന്തിനാ ഉമ്മ എന്ന് പറയാ? എന്തിനാ പറയാ? ഉമ്മ എന്തിനാ പറയാ? ഉമ്മ എന്ന് പറഞ്ഞാൽ അതിലുണ്ടാവുന്നതേ മറ്റതിലുണ്ടാകൂ. കറമ്പി പശുവിന് കൊമ്പുണ്ടാവാം. അതുകൊണ്ട് കറമ്പി പശുവിന്റെ കുഞ്ഞിന് അതിന്റെ ബേക്കിൽ നിന്ന് ഉണ്ടായതാണ് അതിന്റെ കുഞ്ഞ്. അതിന് കൊമ്പ് പ്രതീക്ഷിക്കാം. സുലൈഖാക്ക് കൊമ്പ് ഇല്ല. അപ്പോൾ സുലൈഖാന്റെ കുഞ്ഞിന് കൊമ്പ് പ്രതീക്ഷിക്കുന്നത് മൗഢ്യമാണ്. ഇത് ഉമ്മുൽ ഖുർആനാണ്. ഖുർആന്റെ ഉമ്മാണ് ബഹുമാനപ്പെട്ട ഫാത്തിഹ. ഇതിൽ ഇല്ലാത്ത ഒന്നും ഖുർആനിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. ഇതിലുള്ളതേ ഖുർആനിലുണ്ടാവും. ഇത് ഉമ്മുൽ ഖുർആനാണെന്ന് മുഹമ്മദ് മുസ്തഫ. വളരെ ചിന്തിക്കണം. അപ്പോൾ മൗലികത എന്ത്? നന്നാവണല്ലോ. അള്ളാഹു നന്നാക്കി തരട്ടെ. എന്താ നന്നാകാൻ വേണ്ടി ചെയ്യുന്ന? ഖുർആൻ ഓതിയേ. ആരെ നന്നാവുക? നന്നാവാൻ വേണ്ടി അള്ളാഹു അവലംബിക്കാൻ പറഞ്ഞത് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. അള്ളാഹു നിഅമത്ത് ചെയ്ത ആളുകളെ പിൻപറ്റുക. അള്ളാഹു നിഅമത്ത് ചെയ്തത് അംബിയ ആണ്, പിന്നെ അസ്ഹാബുൽ അംബിയ ആണ്, പിന്നെ അത്ബാഉൽ അംബിയ ആണ്. അംബിയയിൽ നേതാവ് മുഹമ്മദാണ്. അസ്ഹാബിൽ പ്രധാനികൾ അസ്ഹാബ് മുഹമ്മദാണ്. പിന്നെ അത്ബാ ആണ്. അത്ബാഇൽ പ്രധാനികൾ അത്ബാ മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി, സ്വഹാബത്ത്, താബിഈങ്ങൾ, ഖലാസ്, അതന്നെ സിറാത്തുല്ലദീന അൻഅംത. എന്തിനാ അത്ര കൂടുതൽ ബേജാറാവണം? ചിന്തിക്ക്. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ യുളില്ലു ബിഹി കതീറ വയഹ്ദി ബിഹി കതീറ. യുളില്ലു ബിഹി കതീറൻ വയഹ്ദി ബിഹി കതീറ.
യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. ഈ ആയത്തിന്റെ രസകരമായ അവസ്ഥ നിങ്ങൾ കണ്ടോ? യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. കുറെ ആളുകൾ ഇതുകൊണ്ട് പിഴക്കുന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് കുറെ ആളുകൾ നന്നാവും പറഞ്ഞത്. ആദ്യം ഒന്നും കൂടി തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടായിരുന്നു. യഹ്ദി ബിഹി കസീറൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ യുളില്ലു ബിഹി കസീറൻ എന്ന് പറഞ്ഞാൽ കേൾക്കാനൊരു സുഖമുണ്ട്. കുറെ ആളുകൾ ഇതുകൊണ്ട് നന്നാവും, പിന്നെ കുറെ ആളുകൾ പിഴക്കും എന്ന് പറഞ്ഞാൽ ഒരു രീതിയും രസമുണ്ട്. പക്ഷെ അങ്ങനെയല്ല, കുറെ ആളുകൾ ഇതുകൊണ്ട് പിഴക്കും എന്ന് പറഞ്ഞിട്ടാണ് കുറെ ആളുകൾ ഇതുകൊണ്ട് നന്നാവും എന്ന് പറയുന്നത്. ആദ്യം പറഞ്ഞത് പിഴക്കാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കാമയും പറ, തലക്ക് കയറട്ടെ, തലക്ക് അങ്ങോട്ട് കയറ്റണം. അള്ളാഹു തല തൗഫീഖ് തരട്ടെ. ഞാനങ്ങനെ പെരുമ്പറ പൊട്ടിയ ഒരു പ്രസംഗത്തിനൊന്നും വന്നതല്ല. എനിക്ക് പ്രസംഗിക്കാൻ അറിയും എന്നുള്ള അഭ്യാസ പ്രകടനത്തിനൊന്നും ഇവിടെ ആവശ്യമില്ല. അത് നിങ്ങൾക്ക് അറിയാലോ. ഇവിടെ ആവശ്യം തലക്ക് കയറ്റണം. എവിടെയാ പിഴച്ചത്? അല്ലാഹ് ഇവിടെ വലിയ പിഴവ് പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ദഅവത്തിന്റെ മർമ്മം. മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കപ്പറ മുഹമ്മദ് മുസ്തഫ. അത് തന്നെ മർമ്മം, അത് തന്നെ മർമ്മം, അതന്നെ. അതാണ് സിറാത്തുല്ലദീന. അള്ളാഹു നിഅമത്ത് ഖുർആൻ ഓതിയതുകൊണ്ടോ അർത്ഥം വെച്ചുകൊണ്ടോ അർത്ഥം പഠിച്ചിട്ടൊന്നും മൗലികമായ കാര്യങ്ങൾ ഉണ്ടാവില്ല. കാര്യത്തിന്റെ മർമ്മം അതൊക്കെ നല്ലതല്ലേ? ഒക്കെ നല്ലതാണ് ഈ റൂട്ടിലാണെങ്കിൽ, നല്ലതാണ് ഈ റൂട്ടിലാണെങ്കിൽ. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ ചേകനൂരിനെ പോലെയാവും. അല്ലാഹുവിന്റെ സാക്ഷിയാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദ. ഷാഹിദ് എന്ന വാക്കിന്റെ ബഹുവചനമാണ് ശുഹദാ. നബി അല്ലാഹുവിന്റെ ഷാഹിദാണെന്ന് ഖുർആൻ. വകദാലിക യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ. അല്ലാഹുവിന്റെ സാക്ഷിയാണ് മുഹമ്മദ് മുസ്തഫ. ഇനി സ്വഹാബത്തിനെ പറ്റി പറഞ്ഞു നോക്കി. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ്. ലോകരാജ്യങ്ങളിലെ ജനങ്ങൾക്ക് സാക്ഷികളാണ് നിങ്ങൾ. നിങ്ങൾ എന്നെ കണ്ടു, ഞാൻ അല്ലാഹുവിന്റെ സാക്ഷി, നിങ്ങൾ എന്റെ സാക്ഷി. അപ്പോൾ സ്വഹാബത്തിലൂടെ അല്ലാതെ ദീൻ മനസ്സിലാക്കാൻ പറ്റൂല. സ്വഹാബത്തിനെ തള്ളി ഒരു ഖുർആനാവൂല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതൊന്നും മനസ്സിലാക്കാതെ ഒരു ടെക്സ്റ്റ് ബുക്കും കൊണ്ടാണ് നടന്നാൽ ഒരു കാര്യം ഇവിടെ കിട്ടാനില്ല. ചേകനൂരുമാരി ഇങ്ങനെ ഉണ്ടാവും. അവർ 1, 2, 3, 4 അവർക്ക് നമ്മൾ പിന്തുണയും കൂടുതൽ തോന്നിയാസങ്ങൾ നടക്കുന്നല്ലാതെ ഒന്നും ഉണ്ടാവില്ല. വളരെ നമ്മൾ ചിന്തിക്കണം. ദഅവത്തിൽ പോലും വലിയ ഭീമമായ അബദ്ധം ഈ അടുത്ത കാലഘട്ടത്തിൽ സംഭവിച്ചു പോയി. ദഅവത്തിൽ പോലും സംഭവിച്ചിട്ടുണ്ട് ഭീമമായ അബദ്ധം. ഞാൻ ആ ഭാഗത്തേക്ക് സൗകര്യപ്പെട്ടാൽ വരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. വളരെ നമ്മൾ ചിന്തിക്കണം. നോക്കി ഒറ്റ പദത്തെ നീട്ടിയത്. യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദ. അല്ലാഹുവിന്റെ സാക്ഷിയാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരായത്ത്. ഇപ്പുറത്തായിട്ട് നോക്ക്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന അർറസൂലു അലൈക്കും ഷഹീദ. മുഹമ്മദ് സാക്ഷി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫയുടെ സാക്ഷി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ സാക്ഷികളാണ്. അതുകൊണ്ടാണ് ഫബി അയ്യിഹി മുഖ്തദയത്തും ഇഹ്തദയത്തും. ഖുർആൻ ആകെ കലക്കി കുടിച്ചാൽ ഹിദായത്ത് കിട്ടുമെന്നൊരു ഉറപ്പില്ല. എന്നാൽ ഒരു സ്വഹാബിയെ പിൻപിറ്റാൽ ഹിദായത്ത് കിട്ടുമെന്ന് ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവിടെയും പഴച്ചു. ഞാൻ ബേസ്മെന്റ് മാത്രമേ പറഞ്ഞിരുന്നു, മറ്റു പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്ത്രീജുമായ ജമാഅത്തിൽ എന്താ ചെയ്യേണ്ടത്, മറ്റെന്ത് കുറെ കാലമായി കേൾക്കുന്നതാണ്. എങ്ങനെയാണ് മൗലൂദ് ഓതേണ്ടത്, അതൊക്കെ നിങ്ങൾ സൗകര്യത്തിന് ഓതാതിരിക്കുക. നിങ്ങൾ എന്തോ ചെയ്യ്. മൗലികമായ കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഞാൻ ചെറിയ കുപ്പിയിലാക്കി തരാം. ഇനി നിങ്ങൾക്ക് വലിയ കുപ്പിയിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് സൗകര്യത്തിനാക്കിയിട്ട് അങ്ങനെ ഉപയോഗിക്കാം. ഞാൻ ചെറിയൊരു കുപ്പി തരുന്നുള്ളൂ, എസൻസ്. ഇതിന് ലോകത്ത് ആരോടും വാദപ്രതിവാദം നടത്താൻ റഹ്മത്തുള്ളാഹി തയ്യാറാണ്. ഖുർആൻ മാത്രം, വേറൊന്നുമില്ല. ഖുർആൻ മാത്രം വെച്ചിട്ട്. ഇവിടെ ഭീമമായ തെറ്റ് എല്ലാവർക്കും പറ്റി, എല്ലാവർക്കും പറ്റി. സാക്കിർ നായിക്ക് പോലും ഭീമമായ അബദ്ധത്തിലാണ്. മക്ബൂൽ, ഇതൊന്നും ഇസ്ലാമിക ദഅവത്തിന്റെ രീതിയല്ല. ദഅവത്തിന്റെ ബേസ് അസ്ഹാബ് റസൂലില്ല.
ലോകരാജ്യങ്ങളിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു മതത്തെ അവർ കൊച്ചാക്കുകയോ അതിൻ്റെ തിയറികളെയോ ഫിലോസഫികളെയോ നിസ്സാരവൽക്കരിക്കുകയോ ചെയ്ത് പൊതുമധ്യത്തിൽ ഒരു സ്വഹാബി സംസാരിച്ച ചരിത്രം കാണുക സാധ്യമല്ല. എന്നാൽ സ്വന്തം മതത്തെ മേക്കെട്ട് കയറാൻ വന്ന ആളെയും ഒരിക്കലും അവരോട് വിട്ടിട്ടില്ല. സാക്കിർ നായിക്കിന് നമ്മൾ സ്ഥാപനവൽക്കരിച്ചാൽ പഴിച്ചോ, എന്നാൽ അയാളെ ഭരണകൂടം UAPA ചുമത്തുന്നതിനെതിരെ നമ്മൾ എതിരാണ്. അത് ചെയ്യാൻ പാടില്ല. എന്നാൽ അയാളുടെ രീതി യഥാർത്ഥ രീതിയല്ല, അത് തെറ്റാണ്. MM അക്ബറിന്റെ രീതി തെറ്റാണ്. എന്നാൽ അയാളെയോ അയാളുടെ അനുയായികളെയോ UAPA ചുമത്തുന്നതിന് നമ്മളെതിരാണ്. അതൊക്കെ ജനാധിപത്യ രാജ്യം ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ രീതി തെറ്റാണ്. സാക്കിർ നായിക് എന്നത് ദഅവത്തിൽ വൻ പരാജയമാണ്. അത് ഭീമമായ അപകടം മുസ്ലിം സമുദായത്തിന് ഉണ്ടാകും. ആ അപകടം ഇന്നും നാളെയും മുസ്ലിം സമുദായം പേറേണ്ടി വരും. കാരണം കേൾക്കുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാവും. കാരണം പുതിയ തലമുറ അവരെ തലയേറ്റിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ യോഗങ്ങൾ വിളിച്ചു കൂട്ടിയിട്ട് ഒരു പണ്ഡിതന്മാരോട് പോലും ഒരു മുഷാവറ നടത്താതെ സമുദായ നേതൃത്വം വരെ തോന്നിയത് വിളിച്ചു പറയുകയും സമുദായം വലിയ പ്രശ്നങ്ങളിൽ അകപ്പെടുകയും ചെയ്യും എന്ന് ഞാൻ ഭയപ്പെടുന്നു. വളരെ ചിന്തിക്കണം. കാരണം ഈ ആളുകൾക്ക് എന്തൊക്കെ അവർ എഴുതി കൂട്ടിയെന്നറിയാതെ വളരെ ചിന്തിക്കണം. വളരെ മൗലികമായ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചില വ്യക്തികൾക്ക് കലവറയില്ലാതെ പിന്തുണ കൊടുത്താൽ അവർ എന്തൊക്കെയാണ് എഴുതി വെച്ചത്, എന്തൊക്കെയാണ് ഒരു ജനാധിപത്യ രാജ്യത്തിന് നിരക്കാത്ത, ഭരണഘടനക്കോ അതിൻ്റെ മൗലികമായ സെക്കുലറിസത്തിനോ നിരക്കാത്ത പ്രയോഗങ്ങൾ ചില വ്യക്തികളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവരെ കൂടി നമ്മൾ പേറേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനം വരെ ക്ഷയിച്ചു പോകും. ഇതൊക്കെ വളരെ ചിന്തിക്കണം. ഒരു ചിന്തയില്ലാത്ത കളിയാണ് ഇപ്പോൾ പലയിടത്തും കളിക്കുന്നത്. അതിൻ്റെയൊക്കെ പിന്നിൽ തീവ്രമായ സലഫിസം സമുദായ നേതൃത്വത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇത് വളരെ ചിന്തിക്കണം. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ലോകത്തെവിടെയെങ്കിലും വന്നിട്ട് ഒരു മതത്തെയോ അവരുടെ ചിഹ്നങ്ങളെയോ ആചാരങ്ങളെയോ നിസ്സാരപ്പെടുത്തിയ ഒരു പ്രഭാഷണമോ രീതിയോ ഒന്നും നടത്തിയിട്ടില്ല. അവരെന്താ ചെയ്തത്? അവര് നേരത്തെ ഇവിടെ ബഷീർ സാഹിബ് പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു വാക്ക് കൃത്യമായി അവിടെ അണ്ടർലൈൻ ചെയ്യണം. ശുദ്ധമായ ഒരു ജീവിതം അവർ ജീവിക്കുക. അപ്പോൾ ജനങ്ങൾ ആകൃഷ്ടരായി അങ്ങോട്ട് വന്നു. ഈ MM അക്ബറിനേക്കാളും നിങ്ങൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എങ്ങനെ ഇവരൊക്കെ മറക്കണത്? ഈ MM അക്ബറിനേക്കാളും ഈ സാക്കിർ നായിക്കിനേക്കാളും മതതാരതമ്യ പഠനത്തിൽ 20-ാം നൂറ്റാണ്ട് കണ്ട ജീനിയസാണ് ശംസുൽ ഉലമ ഇ. കെ. അബൂബക്കർ മുസ്ലിയാർ. ജീനിയസാണ്. ഈ മനുഷ്യൻ ഈ വിഷയം അറിയുമെന്ന് തന്നെ നാടറിയുന്നത് മഞ്ചേരിയിലും എടക്കരയിലും എതിർ വിഭാഗം പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ്. മഞ്ചേരി 2 ദിവസത്തെ പ്രഭാഷണം, എടക്കര 2 ദിവസത്തെ പ്രഭാഷണം. അതോടുകൂടെ ഇവരെ കൂട്ടത്തിൽ തൊട്ട് കളിച്ച കളി പടിയുമെന്ന് മനസ്സിലാക്കി ക്രിസ്തീയ സമുദായം മാളത്തിലേക്കാണ് വിളിച്ചു. എന്നാ ഒരു പ്രശ്നമില്ല. ഒരു പനി ഉണ്ടായാൽ നേരെ പോയി മേരിക്കുന്നിൽ അഡ്മിറ്റ് ആവും. മേരിക്കുന്ന ആശുപത്രി ക്രിസ്ത്യാനികളെടുത്ത് നമ്മൾ മൂല്യന്മാർക്ക് എന്നെ പേടിയിരുന്നു ശംസുല്ലമെ അവർ കൊല്ലുമോ. ബൈബിൾ കൊണ്ട് ഇതൊക്കെ വളരെ ചിന്തിക്കണം. ഈ മനുഷ്യൻ അതിന് മുമ്പ് ക്രിസ്ത്യാനികളോട് വാദപ്രയോഗം നടത്താൻ പറഞ്ഞു ഇല്ല. മുമ്പുണ്ടോ? ഇല്ല. പിമ്പുണ്ടോ? ഇല്ല. അതൊന്നും നമ്മുടെ ദഅവത്തിന്റെ രീതിയല്ല. നമ്മുടെ ദഅവത്തിന്റെ മൗലികമായ രീതി എന്താ? നമ്മുടെ ദഅവത്തിന്റെ മൗലികമായ രീതി ശുദ്ധമായ ജീവിതമാണ്. അതാണ് മൗലികത. അത് നമ്മൾ നന്നായ മതി. കോഴിക്കോട്ട് കിടക്കുന്ന നിങ്ങൾ വളരെ ചിന്തിക്കണം. ഇന്ത്യയിൽ ഏറെ ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് ഖാജയാണ്. അതുകൊണ്ടാണ് ഖാജയെ പിൽക്കാല ജനങ്ങൾ ഖാജ മൊയ്ൻ സുൽത്താനുൽ ഹിന്ദ് എന്ന് വിളിച്ചത്. മഹാനായ ഖാജ സുൽത്താനുൽ ഹിന്ദ് ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരി. MK സാനുവും സച്ചിദാനന്ദനുമൊക്കെ എഡിറ്റർമാരായ വിശ്വവിജ്ഞാന MBS പ്രസിദ്ധീകരിച്ച NBSന്റെ വിശ്വവിജ്ഞാന കോശത്തിൽ ഖാജയെ പറ്റി ഒരു അധ്യായമുണ്ട്. അതിൽ എഴുതിയിട്ടുള്ളത് ഖാജ വന്നപ്പോൾ ഇന്ത്യയിൽ 90 ലക്ഷം ഹിന്ദുക്കൾ മുസ്ലിമായി. 90 ലക്ഷം. അത് ഹിന്ദുക്കൾ അംഗീകരിക്കുന്നതാണ്. 90 ലക്ഷം 90 ലാഖ് 90 ലക്ഷം. ചിന്തിക്കും. വളരെ വളരെ ചിന്തിക്കണം. 90 ലക്ഷം ചിന്തിക്കും. മഹാനായ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീർ റളിയല്ലാഹു അൻഹു ഇന്ത്യയിൽ വന്നപ്പോൾ 90 ലക്ഷം. ഇത് സമസ്ത എഴുതിയതല്ല. അതും നിങ്ങൾ മനസ്സിലാക്കണം. സമസ്ത എഴുതിയതല്ല.
NBS കോഴിക്കോട്ട് വാങ്ങാൻ കിട്ടും. NBS ബുക്ക് സ്റ്റാളിൽ NBS വിശ്വവിജ്ഞാനകോശം സർക്കാർ അംഗീകരിക്കുന്ന സമുന്നത സാഹിത്യകാരന്മാരാണ് അതിന്റെ റൈറ്റേഴ്സ്. ഒരു ഇസ്ലാമിക വിരുദ്ധ ചുവയുള്ള സാഹിത്യകാരന്മാരാവാണ് അവരെല്ലാം പലരും. എന്നിട്ട് പോലും എഴുതിയിട്ടുണ്ട് ഖാജ ഇന്ത്യയിൽ വന്നപ്പോൾ 90 ലക്ഷം ഹിന്ദുക്കൾ മുസ്ലിമായിട്ടുണ്ടെന്നാണ് ചരിത്രം. ചിന്തിക്കും. എന്നാൽ ഖാജ ഒരാളോടും വാദപ്രകാരത്തിനൊന്നും പോയിട്ടില്ലല്ലോ. എതിരായി വന്നവരെ വിട്ടിട്ടില്ല. പിന്നെന്താ ചെയ്തത്? കുട്ടികൾ നടത്തുന്ന ഒരു പരിപാടിയാണ്. എല്ലാവരും അകമഴിഞ്ഞ് അവരെ സഹായിക്കണം എന്നറിയിക്കും. ചിന്തിക്കുക. ഒരു കായിക വിപ്ലവം നടത്തിയോ? ഒരു എന്താ പറയാ, ഒരു ആയുധ വിപ്ലവം നടത്തിയോ? അതുമില്ലല്ലോ. ഖാജ അതൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇതാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. മുത്ത് നബിയോ, മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ മദീനയിൽ വന്നിട്ട്, അവിടെ ജൂതന്മാരും ക്രിസ്ത്യാനികളും നിറഞ്ഞു നിൽക്കുന്ന പട്ടണമാണ് മദീന. ആദ്യം നബി മദീനയിൽ വന്നിരുന്നതിന് മുമ്പ് എഴുത്തു കൊടുത്തയച്ചു ജൂത ക്രൈസ്തവർക്ക്, ഞാൻ കുഴപ്പത്തിന് വരികയല്ല, നമ്മൾ യോജിച്ചു ജീവിക്കാം ആ നാട്ടിൽ എന്ന് പറഞ്ഞ് ആദ്യം എഴുത്തു കൊടുത്തയച്ചു മുഹമ്മദ് മുസ്തഫ. ഹുദ്നത്തു ബൈനൽ യഹൂദി വന്നസാറ എന്ന പേരിൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അത് കാണാം. ഹുദ്ന, സന്ധി. ഒരു കുഴപ്പമില്ല നമ്മൾ തമ്മിൽ. സുലാങ്ക് പറയാനുള്ളത് പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് എവിടെ പുറത്തിറങ്ങിയിട്ട് സ്റ്റേജ് കെട്ടി പറയല്ല, മദീന പള്ളിയിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കും. വളരെ നമ്മൾ ചിന്തിക്കണം. ഇസ്ലാമിക ദഅവത്ത് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം ശുദ്ധരായ മനുഷ്യരാണ്. അതിൽ സെലക്ടഡ് മെമ്പേഴ്സ് ആണ് അമ്പിയാക്കൾ. ആ അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ടത് അസ്വഹാബാണ്. അസ്വഹാബ് കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ടത് താബിഈങ്ങളാണ്. താബിഈങ്ങൾ കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ടത് തബഉ താബിഈങ്ങളാണ്. ഈ വഴിയാണ് ബഹുമാനപ്പെട്ട സത്യദീൻ. അവർ മനസ്സിലാക്കാത്ത ഒരു രീതി മനസ്സിലാക്കാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മുന്നിൽ ഒരു പുതിയ വിഷയം വന്നാൽ ആ പുതിയ വിഷയത്തെ നാം എങ്ങനെ സമീപിക്കണം? ഈ പുതിയ വിഷയത്തിന്റെ ഒരു ബേസ് അവരിൽ കാണും. അതിന്റെ മർമ്മം വെച്ച് നമുക്കതിനെ സമീപിക്കാം. ചിന്തിക്ക്, അത്രേ ഉള്ളൂ. നിങ്ങളെ ചിന്തിക്കണം. ഇതാണ് ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആധാരം, അടിസ്ഥാനം. ഖുർആൻ എന്ന് പറയുമ്പോൾ ഇനി ഖുർആനെ 10 ലക്ഷം ഹദീത്ത് പൊതിഞ്ഞിട്ടുണ്ട്. ഖുർആന് ഈ ഹദീത്തിനെ ഉൾക്കൊള്ളാത്ത, മനസ്സിലാക്കാത്ത ഒരാൾക്ക് ഖുർആനെ മനസ്സിലാക്കാൻ കഴിയൂല. ഖുർആന്റെ വിശദീകരണം 10 ലക്ഷം ഹദീത്താണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ മുഹമ്മദ് മുസ്തഫ 10 ലക്ഷം ഹദീത്ത് കൊണ്ടാണ് ഖുർആനെ മുത്തിനെ വ്യാഖ്യാനിച്ചത്. ഇങ്ങോട്ട് നോക്കണേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ ഒരു ഹദീത്ത് എടുത്തു നോക്കിയാൽ മതിയാവൂല. ഒരു വിഷയത്തിന്, ഒരു ആയത്ത് നോക്കിയാൽ മതിയാവില്ല. ഈ ആയത്തിന് വിശദീകരണം നോക്കണം. ഈ വിശദീകരണം ഒരു ഹദീത്ത് മതിയാവില്ല. ആ ഹദീത്തിനെ പൊടിയുന്ന ഒരുപാട് ഹദീത്തുകൾ ഉണ്ടാവും. ചിലത് പൊതുവാകും, ചിലത് പ്രത്യേകമാവും. ആ ഹദീത്തിന്റെ അവതരണ പശ്ചാത്തലം അറിയണം. ഞാൻ പറയട്ടെ, നിങ്ങൾ ചിന്തിക്ക്. സ്വന്തം ലിംഗത്തിൽ തൊട്ടാൽ ഒന്നു മുറിയും എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. ഉറക്കപ്പറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ മസ്സ ദക്റഹു ഫല്യതവല്ല. ഒരു ഉദാഹരണം പറയാം. മൻ മസ്സ ദക്റഹു ഫല്യതവല്ല. സ്വന്തം ലിംഗത്തിൽ തൊട്ടുപോയ ഒന്നു മുറിയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കഴിഞ്ഞു. ആ സംഭവമൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു ദിവസം ഒരു സ്വഹാബിയുണ്ട് ഓടി വരുന്നു. ചിന്തിക്ക്. ആ ഹദീത്ത് ഓടി വന്നിട്ട് പറഞ്ഞു, നബിയെ മസസ്തു ദക്കരി, ഞാൻ എന്റെ ലിംഗത്തിൽ തൊട്ടുപോയല്ലോ. അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, ഹലിയ ഇല്ലാ ബുളഅതു മിൻക കല്ലാം ഫി വല്ലുദ്നി. അത് മൂക്കും ചെവിയും പോലത്തെ ഒരു സാധനമല്ലേ, പേടിക്കൊന്നും വേണ്ട. വളരെ ചിന്തിക്കണം. ഇത് 2 ബുഖാരിയുള്ള ഹദീസാ. ഈ ഹദീത്തിന്റെ ഈ കണ്ടന്റ് മാത്രം എടുത്തു വെച്ചാൽ എന്താ പതെന്ന് മനസ്സിലാവില്ല. ഒരു ഹദീത്ത് അത് മൂക്കും ചെവിയും പോലത്തെ ഒരു സാധനമാണല്ലോ എന്ന് ഹദീത്ത്. ഒരു ഹദീത്ത് അത് തൊട്ടാൽ ഉള്ളു മുറിയുന്ന വേറെ ഹദീത്ത്.
എന്താ ഇത് രണ്ട് നോക്ക് നിങ്ങൾ. ഒരു ഹരിയത്ത് തൊട്ടാൽ 3 പറയും. ഒരു ഹരിയത്ത് അത് മൂക്കും ചെവിയും പോലത്തെ ഒരു സാധനമല്ലേ. എന്താ സംഭവം എന്താണെന്നറിയോ? ആദ്യത്തെ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതോടുകൂടെ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വഹാബിക്ക് ഇത് തൊടുക എന്നുള്ളതൊരു മോശപ്പെട്ട പണിയാണല്ലോ എന്ന് ആ സ്വഹാബി വിചാരിച്ചു പോയി. പിന്നെ ആ സ്വഹാബി ഒരിക്കലും തൻ്റെ ആ താഴ്ഭാഗത്തേക്ക് കൈ കൊണ്ടുപോയല്ല, വലിയ പേടിയാ. കാരണം ഒളു മുറിക്കുന്ന സാധനല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ പാവം ആ ഭാഗത്തേക്ക് കൈ പോകാതെ സൂക്ഷിച്ച് നടന്നു. ഒരിക്കൽ തൻ്റെ കൈ അവിടെ നിന്ന് തൊട്ടുപോയി. അപ്പോൾ ഓടി വന്നതാ മുത്തുനബിയുടെ അരികിലേക്ക്. അപ്പോൾ റസൂലുള്ള അദ്ദേഹത്തിന്റെ അബദ്ധധാരണയെ തിരുത്തിയതാ. അതിന് തൊടുന്നതിനൊന്നും പ്രശ്നമില്ല, ഒന്നു മുറിയും പിന്നൊന്ന് ഒന്നു കൊടുക്കണേ ഉള്ളൂ എന്ന് പറഞ്ഞ് റസൂലുള്ള തിരുത്തുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രണ്ടും ഹദീസാണ്. ചിന്തിക്കുക, വളരെ ചിന്തിക്കണം. ഞാൻ ഒരു ഹീന് കഴിയുന്നത് വരെ എന്റെ ഭാര്യയെ തൊടുകയില്ല എന്ന് ശപഥം ചെയ്തു ഒരിക്കൽ ഒരു സ്വഹാബി. ഒരു ഹീന് കഴിയുന്നത് വരെ ഞാൻ എന്റെ ഭാര്യയെ തൊടുകയില്ല എന്ന് ശപഥം ചെയ്തു ഒരു സ്വഹാബി റളിയല്ലാഹു അൻഹു. ഹീന് എന്നാൽ ഒരു ഘട്ടം, ഒരു സന്ദർഭം എന്നൊക്കെയാണ് അർത്ഥം. ഘട്ടം, സന്ദർഭം എന്നൊക്കെയാണ് ഹീൻ എന്ന വാക്കിന്റെ അർത്ഥം. ഒരു സ്വഹാബി ശപഥം ചെയ്തു, ഞാൻ ഒരു ഹീന് കഴിയുന്നത് വരെ, ഒരു ഘട്ടം, ഒരു സന്ദർഭം എന്നാണ് ഹീനിന്റെ അർത്ഥം. ഞാൻ ഒരു ഹീന് കഴിയുന്നത് വരെ എന്റെ ഭാര്യയെ തൊടുകയില്ല എന്ന് ശപഥം ചെയ്തു ഒരു സ്വഹാബി. ദേഷ്യം വന്നുപോയി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭാര്യയോടുള്ള കലിയൊക്കെ അടങ്ങി. പിന്നെ അദ്ദേഹത്തിന് ഭാര്യയുടെ അടുത്ത് പോകണമെന്നായി. അപ്പോഴാണ് താൻ ശപഥം ചെയ്തതിനെ ഓർത്തത്. അങ്ങനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കണ്ടു. സിദ്ദീഖിനോട് പറഞ്ഞു, സിദ്ദീഖേ, എനിക്ക് അർത്ഥമൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു ഹീന് കഴിയുന്നത് വരെ എന്റെ ഭാര്യയെ തൊട്ടു പോകില്ല എന്ന് ശപഥം ചെയ്തിട്ടുണ്ട്. ഒരു ഹീന് എപ്പോഴാണ് കഴിയുക എന്ന് ചോദിച്ചു സിദ്ദീഖുൽ അക്ബറിനോട് റളിയല്ലാഹു അൻഹു. അപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആയത്തോടി പറഞ്ഞു, വലക്കും ഫിൽ അർദി മുസ്തഖറുൻ വമതഉൻ ഇലാ ഹീൻ. നിങ്ങൾക്കൊരു ഹീന് കഴിയുന്നത് വരെ ഭൂമിയിൽ ജീവിക്കാം എന്ന ആയത്തുണ്ട്. അപ്പോൾ ഹീനിന് മരണം എന്നാണ് അർത്ഥം. ഈ ശബ്ദത്തിന് അടിസ്ഥാനത്തിൽ ഭാര്യയെ മരണം വരെ തൊടാൻ പറ്റൂല എന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഇദ്ദേഹത്തിന് ബേജാറായി. അദ്ദേഹം വേഗം വീണ്ടും അവിടെ നിന്ന് വന്നു. കാരണം സംഭവം വലിയ ബേജാറാണ്. തനിക്ക് ഭാര്യയെ സമീപിക്കണം. ഭാര്യയോട് ഒരു ഘട്ടം കഴിയുന്നവരെ ഭാര്യയെ തൊടൂല എന്ന് ശപഥം ചെയ്തിട്ടുണ്ട്. സിദ്ദീഖ് പറഞ്ഞത് മരണം എന്നാണ് ഹീനിന്റെ അർത്ഥം. എന്താ ചെയ്യാ? ബേജാറായി. നടന്നു വരുന്ന വഴിയിൽ ഉമർ ബിൻ ഖത്താബിനെ കണ്ടു. ഉമറിനോട് ചോദിച്ചു, ഉമറെ, ഞാൻ ഇങ്ങനെ ശപഥം ചെയ്തു പോയി. സിദ്ദീഖിന്റെ അടുത്ത് പോയിരുന്നപ്പോ സിദ്ദീഖ് പറഞ്ഞു, മരണം വരെ ഭാര്യയെ തൊടാൻ പറ്റൂല എന്നാണ് അതിന്റെ വായന എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്ർ എന്നൊരായത്തുണ്ട്. ഹീനിന് അവിടെ 40 വയസ്സ് എന്നാണ് അർത്ഥം. അതുകൊണ്ട് 40 വർഷം എന്ന് കണക്കാക്കാം. ഒരു ഹീന് കഴിയുന്നത് വരെ ഭാര്യയെ തൊടില്ല എന്ന് പറഞ്ഞാൽ 40 വർഷം എന്നൊരു കണക്ക് വെക്കാം എന്ന്. അപ്പോൾ ഇയാൾക്ക് ബേജാറായി. ഇങ്ങനെ 40 കൊല്ലം വരെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ബേജാറുള്ള സംഗതിയാണ്. അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ ചോദിച്ചു, ഉസ്മാനെ, ഇതിന്റെ വിഷയത്തിൽ ഒരു സംശയമുണ്ട്. സിദ്ദീഖ് പറഞ്ഞപ്പോഴും എനിക്ക് മതിയായില്ല, ഉസ്മാൻ പറഞ്ഞപ്പോഴും മതിയായില്ല. ഇവരെല്ലാം മുത്ത് മുഹമ്മദ് മുസ്തഫയിലൂടെ ഖുർആൻ മനസ്സിലാക്കിയ ആളുകളാണ്. ചിന്തിക്കുക, ഹീനിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട്. ഉസ്മാൻ പറഞ്ഞു, തൂത്തി ഉകുലഹ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹ എന്നൊരായത്ത് ഖുർആനിലുണ്ട്. ഈത്തപ്പനെ പറ്റി. ഈത്തപ്പന ഓരോ ഹീനിലും അതിന്റെ വിഭവങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഈത്തപ്പന കൊല്ലത്തിൽ ഒരിക്കൽ കായ്ക്കുന്ന വസ്തുവാണ്. ഈത്തപ്പനയുടെ വിഭവത്തെ പറഞ്ഞിടത്ത് ഹീന് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഹീനിന്റെ അർത്ഥം ഒരു കൊല്ലാണ്. ഒരു കൊല്ലം കഴിഞ്ഞാൽ ഭാര്യയെ സമീപിക്കാം എന്നോട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞു റളിയല്ലാഹു അൻഹു. ഏതാണ്ട് ചുരുങ്ങി വന്നു. പിന്നെയാണ് അലി ബിൻ അബി ത്വാലിബിനെ കണ്ടുമുട്ടിയത്. അലിയോട് ചോദിച്ചു, അലിയെ, ഹീൻ എപ്പോഴാ കഴിയാ? ഞാൻ ഹീന് കഴിയുന്നത് വരെ എന്റെ ഭാര്യയെ തൊടില്ല ശപഥം ചെയ്തിട്ടുണ്ട്. ഹീൻ അഥവാ ഒരു സന്ദർഭം എപ്പോൾ കഴിയുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ. പകലിനെ ഒരു ഹീനായിട്ടും രാത്രിയുടെ ഒരു ഹീനായിട്ടും ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ശപഥം ചെയ്തിട്ട് എത്രയായി എന്ന് ചോദിച്ചു. ഒരാഴ്ച കഴിഞ്ഞതാണ്. എത്രയോ ദിവസം കഴിഞ്ഞു പോയിട്ടുണ്ട്. പെട്ടെന്ന് പുരയ്ക്ക് വെക്കോ എന്ന് പറഞ്ഞു. ചിന്തിക്കുക, വളരെ ചിന്തിക്കണം. എന്നാൽ ഇവർക്ക് ഈ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്നു. ഇവർ മുത്ത് മുഹമ്മദ് മുസ്തഫയിൽ നിന്ന് പരിശുദ്ധ ഖുർആനെ മനസ്സിലാക്കിയവരാണ്.
ചിന്തിക്കണം. ഈ അടിസ്ഥാനത്തിൽ ഖുർആനെ മനസ്സിലാക്കിയവരാണ്. നിങ്ങൾ ചിന്തിക്കുക, എന്തിനാണ് അവർ റസൂലുള്ളാഹിയുടെ പിന്നാലെ നടന്നത്? മുഹമ്മദ് മുസ്തഫ മക്ക പിടിച്ചടക്കിയിട്ട് പോലും മക്കാർ മക്കയിൽ നിന്നില്ല, നബിയുടെ കൂടെ പോയി. സത്യത്തിൽ മക്കയിൽ നിന്നാൽ ഒരു റക്അത്തിന് 1,00,000 റക്അത്തിന്റെ കൂലിയുണ്ട്. എന്നിട്ടും നബിയുടെ കൂടെ പോയില്ലേ മുഹമ്മദ് മുസ്തഫ? സദാസമയവും മുസ്തഫ നബിയിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നവരവർ. ഇവർ ഈ പറയുന്ന ഈ 10,00,000 ഹദീസ് എന്നാൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കിയ അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്നാണ് താബിഈങ്ങൾ പഠിച്ചത്. താബിഈങ്ങളുടെയും താബിഈങ്ങളുടെയും കാലഘട്ടത്തിൽ മദ്ഹബ് ക്രോഡീകരിച്ചു പോയിട്ടുണ്ട്. ഇന്ന് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മസ്അല കണ്ടുപിടിക്കാൻ ഒരു പ്രയാസമില്ല. ഈ ഖുർആൻ നോക്കി മസ്അല കണ്ടുപിടിക്കാൻ കഴിയൂല. ഖുർആൻ നോക്കിയിട്ട് ഒരാൾക്ക് നിസ്കരിച്ചാൽ നിസ്കാരമാവില്ല. എങ്ങനെ ഖുർആൻ നോക്കി നിസ്കരിച്ചാൽ നിസ്കാരമാവുക ഹദീസ് കൂടാതെ? ചിന്തിക്ക്. വസ്ജുദു വർകഉ മഅർ റാക്കിഈൻ, വസ്ജുദു വർകഉ മഅർ റാക്കിഈൻ, വസ്ജുദു വർകഉ മഅർ റാക്കിഈൻ. ശൈലി കണ്ടാൽ ആദ്യം സുജൂദും പിന്നെ റുകൂഉമാണ്. ചിന്തിക്ക്. വസ്ജുദു വർകഉ മഅർ റാക്കിഈൻ, നിങ്ങൾ സുജൂദ് ചെയ്യുക, റുകൂഉം ചെയ്യുക. ശൈലി കണ്ടാൽ ആദ്യം സുജൂദാണ് പിന്നെ റുകൂആണ്. ചേകനൂരിന് 2 തരം നിസ്കാരമുണ്ട് എന്ന് ചേകനൂർ അൽ ബുർഹാനിൽ എഴുതിയിട്ടുണ്ട്. 2 തരം, ഖുർആനിൽ 2 തരം നിസ്കാരമുണ്ട്. 1 ആദ്യം സുജൂദ് പിന്നെ റുകൂഉ, 2 ആദ്യം റുകൂഉ പിന്നെ സുജൂദ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഒന്നിരിക്കൽ റുകൂഉ 2 ആക്കണം, അല്ലെങ്കിൽ സുജൂദ് 1 ആക്കണം. ഇതാണ് ഖുർആനിന്റെ നിസ്കാരം എന്ന് ചേകനൂർ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നിരിക്കൽ റുകൂഉ 2 ആക്കുക. കാരണം വസ്ജുദു വർകഉ മഅർ റാക്കിഈൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. സുജൂദിനെയും റുകൂഇനെയും ഒരുപോലെയാണ് പറഞ്ഞത്. അതുകൊണ്ട് സുജൂദിനെയും റുകൂഇനെയും ഒരുപോലെ പറഞ്ഞത് കൊണ്ട് റുകൂഉ 1 സുജൂദ് 2 ആണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നിരിക്കൽ റുകൂഉ 1 ആയതുപോലെ സുജൂദിനെ 1 ആക്കണം, അല്ലെങ്കിൽ സുജൂദ് 2 ആയതുപോലെ റുകൂഇനെ 2 ആക്കണം. കാരണം ഒരുപോലെയാ ഖുർആൻ പറഞ്ഞത്. ഖുർആന്റെ ശൈലി അനുസരിച്ച് വസ്ജുദു വർകഉ മഅർ റാക്കിഈൻ. ചിന്തിക്ക്. ഇദാ ഖുംതും ഇല സ്വലാത്തി ഫഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ്. ഇഖാമത്ത് കൊടുത്തിട്ട് പിന്നെയാണ് വുളൂ നിസ്കാരത്തിൽ. ഖുർആനിൽ അങ്ങനെയാണ്. ഇദാ ഖുംതും ഇല സ്വലാ, ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇദാ ഖുംതും മാദിയ ഫീലാണ്, ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ. അതായത് ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെയാണ് ഖുർആനിൽ പറഞ്ഞ അനുസരിച്ച് എവിടേക്ക് പോകേണ്ടത്? പറയും മനുഷ്യന്മാരെ, ഒന്നു കൊടുക്കാൻ പോകേണ്ടത് നേരെ ഹൗളും കരയിലേക്ക് പോകേണ്ടത് ഇഖാമത്ത് കഴിഞ്ഞിട്ട് പിന്നെയാണ്. ഇതാ കുംതും, ഇതാ കുംതും, ഇതാ കുംതും, ഇതാ അറത്തുമല്ല, ഇതാ കുംതും. നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ, ഇഖാമത്ത് നിന്ന് കഴിഞ്ഞ് ഒന്നിരിക്കൽ മെഹ്റാബിൽ ടേപ്പ് വെക്കണം, അല്ലെങ്കിൽ ഇഖാമത്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് വേറെ കിട്ടണം. ഇഖാമത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പണിയിൽ ഏർപ്പെടൽ കറാഹത്താണ്. ഇഖാമത്ത് കൊടുത്തിട്ട് ഏറെ വന്നാൽ എന്ന് പറയാം. കമാ ഫഅല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി അങ്ങനെ പറഞ്ഞതുകൊണ്ട്, ഇല്ലെങ്കിൽ അതും പറയാൻ ഫുഖഹാ സമ്മതിക്കൂല. തന്നെ ഇത് ഖുർആൻ അനുസരിച്ച് ഇദാ ഖുംതും ഇല സ്വലാ, നിങ്ങൾ നിസ്കാരത്തിന് നിന്ന് കഴിഞ്ഞാൽ ഫഗ്സിലു വുജൂഹക്കും, നിങ്ങൾ പോയിട്ട് മുഖം കഴുകി. ചിന്തിക്ക്. ഇവിടെ ഈ ഹദീസുകളും ആയത്തുകളും കൂടിച്ചേർന്ന് പഠിച്ച ആളുകളാണ് ബഹുമാനപ്പെട്ട ഇമ്മത്ത്. 10,00,000 ഹദീസ് മനപ്പാടമുള്ള മഹാനായിരുന്നു ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. അവരാണ് ഷാഫി മദ്ഹബിനെ ക്രോഡീകരിച്ചത്. നിങ്ങൾ എന്തിനാ വേചാറാവുന്ന മനുഷ്യന്മാരെ? ചിന്തിക്ക്. മുജാഹിദ് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവൻ അവിടുത്തെ മൗലവി പറയുന്നത് കേട്ടനുസരിച്ച് ജീവിക്കും. ലോകത്തെ ഷാഫിഈ മുസ്ലിമീങ്ങൾ ഇമാം ഷാഫി പറഞ്ഞതനുസരിച്ചും ജീവിക്കും. ഷാഫി ഇമാമാരാ? ഈ മുജാഹിദ് പള്ളിയിലെ മൗലവിക്ക് 4 ഹദീസ് അറിഞ്ഞെങ്കിൽ അറിയും. ഞാൻ ഹദീസിന്റെ സനദ് ചോദിച്ചാൽ അറിയോ? അതൊട്ട് അറിയൂല. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നറിയും, അതിന്റെ സനദ് ചോദിച്ചാലോ അതറിയൂല. കാരണം സനദ് അറിയണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. ആ ഹദീസ് തനിക്ക് കിട്ടാനും നബിയുടെ ഇടയിലുള്ള ആളുകളെ കണ്ടെത്തി അവരെ താരീഖ് കൂടി പരിശോധിക്കണം.
ഒരു ഹദീസ് തന്നിലെത്തണമെങ്കിൽ ആയിരക്കണക്കിന് വിവരങ്ങൾ ശേഖരിക്കണം, അല്ലാതെ ഒരു ഹദീസ് ആവില്ല. അങ്ങനെ 10 ലക്ഷം ഹദീസ് മനഃപ്പാടമുള്ള ആളായിരുന്നു ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇതിനെ ബേജാറാവുന്നത്. അപ്പോൾ ഒരാൾ ശാഫിഈ ഇമാമിനെ പിടിച്ചാൽ അയാൾ ഖുർആൻ പിടിച്ചു, ഹദീസും പിടിച്ചു. എന്തുകൊണ്ട്? ഈ ശാഫിഈയെ പിടിക്കാൻ മുത്ത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ടുണ്ട്. ഒരു പേടിയും ഇവിടെ ബേജാറില്ല. ഇവിടെ സുന്നികൾ ചെയ്യുന്നത് മുഴുവനും ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ ക്രോഡീകരിക്കപ്പെട്ടതാണ്. ആരാണ് ഇമാമുന ശാഫിഈ? ഇമാം ശാഫിഈയെ പറ്റി മുത്ത് മുഹമ്മദ് മുസ്തഫ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 4 ഇമാമിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഷാഫി ഇമാമിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആലിമു ഖുറശിയ്യിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ, ഭൂമിയുടെ ചക്രവാളം മുഴുവനും വിജ്ഞാനം നിറക്കുന്ന ഒരാൾ എനിക്ക് ശേഷം വരുമെന്ന് ഇമാം മുത്ത് മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് വിശദീകരിച്ചവരെല്ലാം പറഞ്ഞു കുന്നാ നറാ അന്നഹു ശാഫിഈ, ഈ പറഞ്ഞത് ഇമാം ശാഫിഈയെ പറ്റിയാണ് റളിയല്ലാഹു അൻഹു. ചിന്തിക്കുക. ആലിമു ഖുറശി